ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫൊക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ ഒക്കെ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഐറ്റമാണ്. ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന കേക്കാണല്ലോ. അപ്പം മെയിൻ കേക്കുകൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഡ്രീം കേക്കിൽ തുടങ്ങാം. നമ്മൾ വീട്ടിലുള്ള പാത്രങ്ങളും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രീം കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരുടെ വീട്ടിലുള്ള ഒരു പാത്രമാണ്. ഈ പാത്രത്തിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കി കേക്ക് സെറ്റ് ചെയ്യുന്നതെല്ലാം. നമുക്കിതിൽ എങ്ങനെ സെറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കിയെടുക്കും, എങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളത് നോക്കാം. ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് പാലൊഴിക്കും, കുറച്ച് പഞ്ചസാരയില്ല, ശകല ബേക്കിംഗ് പൗഡറൂടെ നമുക്ക് ഇട്ടെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഡ്രീം കേക്ക് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും ഇടുന്നില്ല. നമ്മൾ വാട്ടർ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ബബിൾസ് ഒന്നും വരാതെ ഒന്ന് 10 മിനിറ്റോളമായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രമാണ്. നമുക്കതിലേക്ക് കേക്കിൻ്റെ പാറ്റ് നമുക്കിതൊരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്ക് റെഡിയായി കിട്ടും. നമ്മൾ കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ, ഒത്തിരി അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു 20-25 മിനിറ്റ് കൊണ്ട് കേക്ക് റെഡിയാക്കി നമുക്ക് ഇതാക്കി വെക്കാം. കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മുടെ കേക്ക് മുകളിലൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അതൊന്ന് എടുക്കണം, അതാണ് ടാസ്ക്. കേക്കിലേക്ക് പഞ്ചസാര പാനിയല്ല ഒഴിക്കുക. നമ്മൾ പാലിൽ പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇത് നല്ലപോലെ ഒഴിച്ചിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ കേക്കിലേക്ക് അബ്സർവ് ആയിക്കോളും. നമുക്ക് രണ്ടാമത്തെ ലെയറിനായിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിടിക്കുന്ന അപ്പോൾ ഈ പാലിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും ഡയറി മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ സെക്കൻഡ് ലെയർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് തണുത്തതിന് ശേഷം 1 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കാം. ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അടുത്ത മൂന്നാമത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ള റെഡിയാക്കാം. നമ്മൾ ശകലം വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. 10 രൂപയുടെ മിൽക്കി ബാറാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് ചോക്ലേറ്റ്. ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത ലെയർ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആകാൻ വേണ്ടി വെക്കാം. നമ്മുടെ നാലാമത്തെ ലെയർ സെറ്റ് ചെയ്യാം. നമ്മൾ ചോക്ലേറ്റ് മാത്രമാണ് എടുക്കുന്നത്, ഡയറി മിൽക്ക്. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലെയർ ഒഴിച്ച് കൊടുക്കാം. നാലാമത്തെ ലെയർ നമ്മൾ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രീം കേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിധമായിട്ട് ഒരു ഗാർണിഷിങ് പോലെ നമുക്ക് അതിലേക്ക് ശകലം മേളിലേക്ക് ശകലം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം, ഒരു ഭംഗിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതും കേക്ക് ആ രീതിയിലൊരു ഐറ്റം ഉണ്ടാക്കുന്നതും. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് കുറേ അപാകതകൾ വന്നിട്ടുണ്ട്. സെക്കൻഡ് ലെയർ ഉണ്ടാക്കിയപ്പോൾ വിപ്പിംഗ് ക്രീം ചെയ്ത് വെച്ചപ്പം നമുക്ക് നല്ല തിക്കായിട്ട് അത് വന്നില്ല, ചെറിയ ലൂസായിരുന്നു. പക്ഷേ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം അത് ഓക്കെ ആയി. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഫ്രിഡ്ജ് വെക്കാം. എന്നിട്ടാണ് മേളിൽ ആ ഒരു പാട പോലത്തെ ഒരു തോട് നമുക്ക് കിട്ടുമോ ഇല്ലെന്ന് ഉറപ്പില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കിട്ടുവാണെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് ഫ്രിഡ്ജ് വെച്ച് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ സന്ധ്യയായി. നമ്മുടെ ഡ്രീം കേക്ക് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുത്തു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും റെഡി ആയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ചെയ്യുന്നത്. സംഭവം ഇതൊക്കെ ഓക്കെയാണ്, പക്ഷേ ആ ഒരു തോട് പോലെ വന്നൊന്നുമില്ല കേട്ടോ. അതെന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും അതെന്താ പറ്റിയെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. നമ്മൾ ഇതിൽ അടിപൊളിയായിട്ട് ഒന്നുകൂടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. ടേസ്റ്റും സംഭവമൊക്കെ അടിപൊളി സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ആ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും റെഡി ആയില്ലെന്നുള്ളൂ. അപ്പം ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയുന്നില്ല. നമ്മൾ ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അന്നേരം ഞാൻ ഒന്നുകൂടെ ട്രൈ നോക്കാൻ പറയാം. നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.